പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ തീരുമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമായിട്ട് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം സംസാരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച കർത്താവിൻ്റെ കരുണയും കൃപയും ഓർത്ത് ദൈവത്തെ തീരുമായി സ്തുതിക്കുന്നു. നിത്യജീവ മൊഴികൾ എന്ന വചന പരമ്പരയിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഏതാണ്ട് 23 എപ്പിസോഡുകളിലായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം നാം ചിന്തിക്കുകയായിരുന്നു. എന്നാൽ ചില ആഴ്ചകളായി നമുക്ക് ഈ വചനം സംസാരിക്കുവാൻ കഴിയാത്ത ചില തടസ്സങ്ങൾ നേരിടുവാനിടയായി തീർന്നു. എങ്കിലും ഇന്ന് ഈ വൈകിയ സമയത്ത് കർത്താവിൻ്റെ വചനം സംസാരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരവസരം കൂടെ ഇളയവൻ അനുവദിച്ച് നൽകിയത് ഓർത്ത് ദൈവത്തെ തീരുമായി സ്തുതിക്കുന്നു. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയത്തിൻ്റെ 24ാമത്തെ ഭാഗം ഇന്ന് നാം ചിന്തിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മുടെ ഏറ്റവും സമീപമായിരിക്കുന്നു എന്ന് ലോക സംഭവങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മോട് സമീപമായിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നാം കർത്താവിൻ്റെ വചനത്തിൻ്റെ വസ്തുതകളെ തിരിച്ചറിഞ്ഞ് അവൻ്റെ സന്നിധിയിൽ നീതിയോടും വിശ്വസ്തയോടും വിശുദ്ധിയോടും നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത് ആവശ്യമാണ്. ലോകം മുഴുവനും വ്യാജ സന്ദേശങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. വ്യാജ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുവാൻ സാത്താന്റെ നേതൃത്വത്തിൽ വലിയ ഒരു സംഘത്തെ ലോകവ്യാപകമായി അയച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. തിരുവചന യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമായി ഒളിഞ്ഞും തെളിഞ്ഞും പല നിലകളിൽ വ്യാജ സന്ദേശങ്ങൾ നടത്തി മനുഷ്യഹൃദയങ്ങളെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു അനുഭവമാണ് ലോകവ്യാപകമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ സത്യവചനം നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളും ആലോചനകളും ഉപദേശങ്ങളും എന്താണെന്ന് വ്യക്തമായി നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ കഴിയുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാനും അവൻ്റെ രാജ്യത്തിൽ പങ്കാളിത്തം വഹിക്കുവാനും കഴിയും എന്നതിന് തർക്കമില്ല. ഇന്ന് പകൽക്കാലം ഈ വൈകിയ സമയത്ത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുമ്പോൾ ഒരു വസ്തുത മനസ്സിലാക്കിയിരിക്കേണ്ടത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന വിഷയത്തോളം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന ഈ വിഷയം. കാരണം അരുമനാഥനായ കർത്താവ് അഥവാ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു വന്നവനാണ് യേശുക്രിസ്തു. അങ്ങനെ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു വരുവാനുള്ളതായ കാരണങ്ങളെക്കുറിച്ച് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
തൻ്റെ മക്കൾ ജഡത്തിൽ ജീവിക്കുന്നവരാകുന്നത് കൊണ്ട് താനും ജഡ രക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരിക്കുന്ന തൻ്റെ മക്കളെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി സർവ്വലോകനായിരിക്കുന്ന കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ട് ലോകത്തിൽ വന്നു എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കേവലം അവനൊരു മനുഷ്യനാണെന്ന് ചിന്തിച്ചു പോകുന്നതായ ധാരാളം ആളുകൾ ലോകത്തിലുണ്ട്. എങ്കിലും അവൻ യഥാർത്ഥ ദൈവമാണെന്നുള്ളതായ വസ്തുത തിരിച്ചറിഞ്ഞവൻ ജഡത്തിൽ വെളിപ്പെട്ടു വന്ന ദൈവമാണെന്ന് അറിഞ്ഞുകൊണ്ട് അവനെ വിശ്വസിച്ച് അവൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായി നാം ഓരോരുത്തരും കാണപ്പെടേണ്ടത് ആവശ്യമാണ്. ചില വേദഭാഗങ്ങൾ നമുക്ക് അതിനാധാരമായി തെളിവായിട്ട് വായിച്ച് അതിലൂടെ ചില ആശയങ്ങൾ മനസ്സിലാക്കി നമുക്കായിരിക്കാമെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ആഗ്രഹിക്കുകയാണ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-5 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തി കാണുന്നത് ഇങ്ങനെയാണ്: എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ അവൻ തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ എന്നവിടെ കാണുവാൻ കഴിയുന്നു. ഗലാത്യയിലുള്ളതായ വിശ്വാസികൾ, സ്തോത്രം, വിശ്വാസികളോട് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നതായ കാര്യമാണ് നമുക്കിവിടെ വായിക്കുവാനിടയായി തീർന്നത്. ദൈവത്തിൻ്റെ മുൻ നിർണയപ്രകാരം കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടു വരുവാൻ ആഗ്രഹിച്ച ആ സമയത്തിൻ്റെ പൂർണ്ണത എത്തിയപ്പോൾ, സ്തോത്രം, സർവശക്തനായ ദൈവം താൻ ഹൃദയത്തിൽ മുൻ നിർണയിച്ച പ്രകാരം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ എന്നവിടെ കാണുവാൻ കഴിയുന്നു. കർത്താവായ യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട് ലോകത്തിൽ വന്നതിൻ്റെ കാരണം ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരായിരിക്കുന്ന ഇസ്രായേലിനെ അഥവാ യഹൂദനെ, സ്തോത്രം, അവൻ ദൈവത്തിൽ നിന്നും അകന്നു പോയതായ മനുഷ്യനെ തൻ്റെ രക്തം മറുവിലയായി കൊടുത്തവനെ അവരെ വിലയ്ക്ക് വാങ്ങുകയും ജാതികളായിരിക്കുന്ന നാം പുത്രത്വം പ്രാപിക്കുകയും ചെയ്യേണ്ടതിന് തന്നെയെന്ന് അവിടെ രേഖപ്പെടുത്തി കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ന്യായപ്രമാണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രിയപ്പെട്ടവരെ വിലയ്ക്ക് വാങ്ങുകയും ജാതികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പുത്രത്വം നൽകുവാൻ വേണ്ടിയാണ് കാലസമ്പൂർണതയിൽ കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടു വരുവാൻ ഇടയായി തീർന്നത് എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ പ്രത്യേകതകൾ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു വന്ന ദൈവമാണെന്ന് വിശ്വസിക്കുവാൻ പലർക്കും കഴിയാതെ പോകുന്നു. അതിനെതിരായിട്ട് പല നിലകളിലുള്ളതായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായ ആളുകൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന വിധത്തിൽ, സ്തോത്രം, ദൈവവചനം പഠിപ്പിക്കുന്നത് 1 യോഹന്നാൻ 5:7 വാക്യഭാഗം വായിക്കുമ്പോൾ അവൻ ദേഹി ആത്മാവ് അവനിലുണ്ടായിരുന്നു എന്നും
ആത്മാവ് അതിനായി സാക്ഷ്യം പറയുന്നു എന്ന് പറയുകയും ആത്മാവ് സത്യമല്ലോ എന്നും അവിടെ രേഖപ്പെടുത്തി കാണുവാൻ കഴിയുകയാണ്. ദൈവാത്മാവ് സത്യാത്മാവാണ്. ആ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്, സാക്ഷ്യം പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തു ദേഹവും ദേഹിയും ആത്മാവും നിറഞ്ഞവനായിരുന്നു എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 52-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു എന്നവിടെ രേഖപ്പെടുത്തി കാണുവാൻ കഴിയുന്നു. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് വന്നപ്പോൾ അവൻ്റെ പ്രകൃതിക്കുണ്ടായിരുന്ന മാറ്റത്തെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അവൻ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വരുവാനിടയായി തീർന്നു എന്നാണ് അവനെ സംബന്ധിച്ച് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യഭാഗത്തിൽ മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ട് വന്നു. തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെന്ന് അവർ പറയുന്നു. ജ്ഞാനമോ തൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവ് തിന്നുന്നവനും കുടിക്കുന്നവനുമാണ്, അവൻ തിന്നിയും കുടിയനുമാണ് എന്ന് സ്തോത്രം ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനാണ് അവനെന്നൊക്കെയും അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ജ്ഞാനമോ അവൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ്റെ ജ്ഞാനത്തിന് യാതൊരു വിധമാകുന്ന ഒരു പരിധിയില്ല. സ്തോത്രം. അവൻ സർവജ്ഞാനിയായ ദൈവമാണ് എന്ന് വളരെ വ്യക്തമായിട്ടും നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ അവൻ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അവൻ്റെ മനുഷ്യത്വത്തിൽ അവൻ പ്രാർത്ഥിച്ചു. എന്നാൽ അവൻ പ്രാർത്ഥിച്ചത് അവൻ്റെ ദൈവത്വത്തോടായിരുന്നു എന്ന് നാം തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അവൻ ഒരേ സമയം ദൈവവും അതേസമയം തന്നെ മനുഷ്യനുമായി ഉദരത്തിൽ വസിക്കുവാനിടയായി തീർന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുകയാണ്. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഈ ലോകത്തിൽ താൻ വസിക്കുമ്പോൾ അല്ലെങ്കിൽ ജീവിക്കുമ്പോൾ വളരെ സ്തോത്രം ഭയഭക്തിയോടെ സ്തോത്രം അഭയയാചന കഴിച്ചു അഥവാ പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അവൻ ഈ ലോക ജീവിതത്തിൽ മാനുഷികമായിട്ട് അവൻ പ്രാർത്ഥിച്ചതായിട്ടും അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചതായിട്ടുമാണ് ഇവിടെ രേഖപ്പെടുത്തി നമുക്ക് കാണുവാൻ കഴിയുന്നത്. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് പിതാവ് പുത്രനെ ലോകരക്ഷിതാവായി അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു എന്നവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ പിതാവ് പുത്രനെ ലോകരക്ഷിതാവായി അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ
കണ്ട് സാക്ഷ്യം പറയുന്നു എന്ന് പറയുമ്പോൾ പിതാവ് തന്നെ പുത്രത്വം സ്വീകരിച്ച് ലോകത്തെ രക്ഷിക്കുവാനുള്ള ഒരു രക്ഷകനായി ലോകത്തിലേക്ക് വന്നു. അത് തൻ്റെ ശിഷ്യന്മാർ അറിയുകയും അവനെ കാണുകയും സാക്ഷ്യം പറയുകയും ചെയ്തു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. യേശു പുത്രത്വം സ്വീകരിച്ച് ലോകത്തിൽ വന്നവനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിൽ ദൈവം വസിക്കുന്നു, ദൈവത്തിൽ അവനും വസിക്കുന്നു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. യേശു ക്രിസ്തുവിനെ ദൈവമാണെന്ന് അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരുത്തനും ദൈവമില്ല എന്ന് ദൈവവചനത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നു. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു എന്ന് നാം ഇവിടെ കാണുകയാണ്. ദൈവത്തിന് നമ്മോട് ഉള്ള സ്നേഹം നാം അറിഞ്ഞ് വിശ്വസിച്ചുമിരിക്കുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ സ്തോത്രം, തെറ്റായ ചിന്താഗതികളിലൂടെ, തെറ്റായ നിലപാടുകളിലൂടെ, പഠിപ്പിക്കലുകളിലൂടെ, ഉപദേശങ്ങളിലൂടെ, വ്യാജമായ സന്ദേശങ്ങൾ നൽകുന്ന പ്രിയപ്പെട്ടവർ യഥാർത്ഥമായി യേശു ക്രിസ്തു ആരാണ് എന്നതിനെക്കുറിച്ച് അറിയണമെന്ന് ദൈവവചനം ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ ലേഖനം, 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോ ദൈവപുത്രനായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നതുകൊണ്ടാണ് സത്യദൈവത്തെ നമുക്ക് അറിയുവാനുള്ളതായ തിരിച്ചറിവുണ്ടായത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട് ലോകത്തിൽ വരാതിരുന്നു എങ്കിൽ സത്യദൈവം ആരാണ് എന്ന് യഥാർത്ഥമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ലായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട് ലോകത്തിൽ വന്നതുകൊണ്ട് സത്യദൈവത്തെ നമുക്ക് അറിയുവാൻ അവൻ വിവേകം തന്നു എന്ന് നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. നാം യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നാം സത്യദൈവത്തിൽ തന്നെ ആയിരിക്കുന്നു എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. നാം സത്യദൈവത്തിലായിരിക്കുന്നു, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ സത്യദൈവമാണ്. അവനാണ് നമുക്ക് നിത്യജീവനെ നൽകുന്നത്. യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. ഒരേ ഒരു ദൈവം മാത്രമാണ് നമുക്കുള്ളത് എന്ന് തിരുവചനത്തിൽ ആദിയോടന്ത് നമ്മൾ പഠിക്കുമ്പോൾ ഏകസത്യ ദൈവത്തെ സംബന്ധിച്ച് മാത്രമാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. അത് സ്വതന്ത്രം പഴയ നിയമത്തിൽ യഹോവ എന്നവനെ വിളിക്കപ്പെട്ടിരുന്നു എങ്കിൽ പുതിയ നിയമ കാലഘട്ടത്തിൽ യേശു എന്നാണ് അവനെ വിളിക്കുവാനിടയായി തീർന്നിട്ടുള്ളത്. പഴയ നിയമത്തിലെ യഹോവ തന്നെയാണ് പുതിയ നിയമത്തിലെ യേശു ക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ടും തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്.
യേശുക്രിസ്തു കേവലം ഒരു മനുഷ്യനല്ല എന്നും ദൈവം ശരീരം സ്വീകരിച്ച് ലോകത്തിൽ വന്നവനാണ് അവൻ എന്നും നാം മനസ്സിലാക്കിയിരിക്കണം. അവൻ സത്യദൈവമാണ്. മനുഷ്യനെന്ന നിലയിൽ അവൻ പിതാവിനേക്കാൾ ചെറിയവനാകുന്നു എന്ന് തിരുവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. അവന്റെ മനുഷ്യത്വം അവന്റെ പിതൃത്വത്തിൽ നിന്നും അല്പം താഴ്ച ഭവിക്കപ്പെട്ട അനുഭവത്തിലാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വേദഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ എന്ന് കർത്താവ് പറയുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. പിതാവെന്നുള്ള നിലയിൽ അവൻ വലിയവനും പുത്രൻ എന്നുള്ള നിലയിൽ പിതാവിനേക്കാൾ അല്പം സ്തോത്രം ചെറിയവനായിട്ടുമാണ് കർത്താവ് തന്നെ അവനെ പരിചയപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ജഡത്തിൽ വെളിപ്പെട്ടു വന്നതിനാൽ അവനിലുള്ള മനുഷ്യത്വമാണ് അവൻ്റെ ദൈവത്വത്തെക്കാൾ അല്പം താഴ്ചയുള്ളതായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. അതുപോലെ സ്തോത്രം എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. എല്ലാവർക്കും മീതെ ഉള്ളവൻ സർവശക്തനായ ദൈവമാണ്, അത്യുന്നതനാണ്. അവൻ തന്നെയാണ് എല്ലാവരിലും വ്യാപരിക്കുന്നത് എന്ന് ദൈവവചനത്തിലൂടെ കാണുന്നു. ആത്മാവായി സകല വിശ്വാസികളുടെയും ഹൃദയത്തിൽ വ്യാപരിക്കുന്നത് കർത്താവായ ദൈവം തന്നെയാണ് എന്ന് ഇവിടെ കാണുവാൻ കഴിയുന്നു. എല്ലാവരിലും ഇരിക്കുന്നവൻ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോ എല്ലാവരിലും ഇരിക്കുന്നവനും ആയ എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ആ ഒരുവൻ തന്നെയാണ്. എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ തന്നെ എന്ന് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. ചിലരൊക്കെ ദൈവം ഒരുവനല്ല, ഒന്നിലധികം ദൈവമുണ്ട്, സ്തോത്രം വെവ്വേറെ ദൈവങ്ങളാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തോത്രം വിവിധമാകുന്ന നിലകളിൽ സ്തോത്രം ചിത്രീകരിക്കുന്നതായ ആളുകളുണ്ട്. എന്നാൽ ദൈവവചനം എപ്പോഴും നമ്മോട് സംസാരിക്കുന്നത് ദൈവം ഒരുവൻ തന്നെയാകുന്നു എന്നാണ്. അവനാണ് അത്യുന്നതനായ ദൈവം, എല്ലാവർക്കും മീതെ ഉള്ളവൻ. ആ ആത്മാവായ ദൈവമാണ് സകല പ്രിയപ്പെട്ടവരിലും വ്യാപരിക്കുന്നത്. അതേ സ്തോത്രം ദൈവം തന്നെയാണ് എല്ലാവരിലും ഇരിക്കുന്നവൻ. കർത്താവായ യേശു ക്രിസ്തു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, അവനാണ് എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ഇവിടെ അതിൻ്റെ 7-ാമത്തെ വാക്യഭാഗം ഇങ്ങനെ വായിക്കുന്നത്: എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു എന്നാണ്. ദൈവകൃപ
ഒരു വിശ്വാസിയിൽ വ്യാപരിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണമാണ് എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. അപ്പോ രണ്ട് ദൈവങ്ങളിൽ നിന്നൊരിക്കലും കൃപ ലഭിക്കുന്നതായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ മൂന്ന് ദൈവങ്ങളിൽ നിന്ന് കൃപ ലഭിക്കുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. സ്തോത്രം. എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനും എല്ലാവർക്കും ദൈവവും പിതാവുമായ ആ ഏക സത്യ ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നാണ് സകല പ്രിയപ്പെട്ടവർക്കും കൃപ ലഭിക്കുന്നത് എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവന്റെ സ്തോത്രം ദാനത്തിന്റെ അളവിനൊത്തവണ്ണമാണ് ഓരോരുത്തർക്കും കൃപ ലഭിക്കുന്നത്. ദൈവകൃപ ലഭിക്കുന്ന കാര്യത്തിൽ ചിലപ്പോൾ സ്തോത്രം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരാൾക്ക് ലഭിക്കുന്ന കൃപ മറ്റൊരാൾക്ക് ലഭിക്കണമെന്നില്ല. സ്തോത്രം. അതുപോലെ ഒരാൾക്ക് ജ്ഞാനത്തിന്റെ വചനം നൽകുന്നു എങ്കിൽ മറ്റൊരുവന് പരിജ്ഞാനത്തിന്റെ വചനമാണ് ലഭിക്കുന്നത്. മറ്റൊരുവന് വിശ്വാസം ഉണ്ടാകുന്നു, ഇവന് പ്രവചനം, മറ്റൊരുവന് പലവിധ ഭാഷകൾ സംസാരിക്കുവാനുള്ള വരം. ഇങ്ങനെ വിവിധ നിലകളിലുള്ളതായ കൃപാവരങ്ങളാണ് സ്വർഗത്തിലെ ദൈവം നൽകുന്നത്. എല്ലാവർക്കും ഒരുപോലെ അല്ലതാനും. അത് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണമാണ് ഓരോരുത്തർക്കും കൃപ ലഭിക്കുന്നത് എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം. പിന്നീട് നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവ് അല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്നവിടെ രേഖപ്പെടുത്തി കാണുകയാണ്. സ്തോത്രം. യേശുക്രിസ്തു മനുഷ്യൻ എന്നുള്ള നിലയിൽ അവന്റെ വരവിന്റെ നാളും നാഴികയും അറിയുന്നില്ല. സ്വർഗത്തിലെ ദൂതന്മാർക്കും അറിയാൻ കഴിയുന്നില്ല. എന്നാൽ അവന്റെ പിതൃത്വത്തിന് ഇതൊക്കെ അറിയുവാൻ കഴിയുന്നവൻ പിതാവെന്നുള്ള നിലയിൽ സകലവും അറിയുവാൻ കഴിയുന്നു എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ സ്തോത്രം പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്നവിടെ കർത്താവ് തന്നെ പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. ഇവിടെ കർത്താവ് പത്രോസിനോട് ചോദിച്ച ഒരു ചോദ്യം അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം പത്രോസിനോട് സംസാരിച്ച കാര്യമാണ്. മറ്റെല്ലാവരിലും വെച്ച് അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ളതായ ചോദ്യം അവനോട് ചോദിക്കുകയും എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് എന്ന് പത്രോസ് പറയുമ്പോൾ, നീ എൻ്റെ കുഞ്ഞാടുകളെ പാലിക്കുക. രണ്ടാമത്തെ ചോദ്യത്തിന്, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. ഇങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ മറുപടി സംസാരിക്കുകയും മൂന്നാമതും അതേ ചോദ്യം തന്നെ പത്രോസിനോട് കർത്താവ് ചോദിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പൊ മൂന്നാമതും ഇങ്ങനെ ചോദിച്ചപ്പോൾ പത്രോസിന് ദുഃഖമുണ്ടായി എന്നവിടെ കാണുവാൻ കഴിയുന്നു. അതിന് മറുപടിയായി പത്രോസ് പറഞ്ഞത്, കർത്താവേ, നീ സകലവും അറിയുന്നു. സ്തോത്രം. മുകളിൽ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പിതാവല്ലാതെ പുത്രനും സ്തോത്രം ദൂതന്മാരും അറിയുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ പിന്നാലെ പറഞ്ഞിരിക്കുന്ന ഈ വാക്യഭാഗം ഇങ്ങനെയാണ്, നീ സകലവും അറിയുന്നു. കർത്താവിന്റെ ദാസനായ ദാവീദ് പറയുന്നത്,
സ്തോത്രം, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും നിലവുകളും നിരൂപണങ്ങളും എല്ലാം നീ ദൂരത്തു നിന്ന് അറിയുന്നു. നിനക്ക് മറഞ്ഞിരിക്കുന്നതായ ഒന്നുമില്ല എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. കർത്താവിന് മറവായിരിക്കുന്നത് ഒന്നുമില്ല. ഇവിടെ പത്രോസ് പറയുകയാണ്, കർത്താവേ, നീ സകലവും അറിയുന്നു. അപ്പോ കർത്താവ് ദൈവമെന്നുള്ള നിലയിൽ സകലവും അറിയുന്നവനെങ്കിലും അവന്റെ മനുഷ്യത്വം പറയുകയാണ്, സ്തോത്രം, പിതാവ് എന്നേക്കാൾ വലിയവനാണ്. സ്തോത്രം, പിതാവ് അറിയുന്ന എല്ലാ കാര്യങ്ങളും ദൂതന്മാർക്കും പുത്രനും അറിയുവാൻ കഴിയുന്നില്ല എന്ന് അവിടെ രേഖപ്പെടുത്തി കാണുകയാണ്. വിശുദ്ധ പത്രോസ് പറയുന്നു, നീ സകലവും അറിയുന്നവനാണ് എന്ന് പറഞ്ഞാൽ നീ സർവജ്ഞാനിയായ, സർവവ്യാപിയായ, സർവശക്തനായ ദൈവമാണ് എന്ന് വളരെ വ്യക്തമായിട്ടും പത്രോസും സമ്മതിക്കുകയാണ്. സ്തോത്രം, പിന്നീട് നമ്മൾ റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, സ്തോത്രം, അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉദ്ഭവിച്ചത്. അവൻ സർവത്തിന്മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവനെന്ന് കർത്താവിന്റെ ദാസനായ വിശുദ്ധ പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോ കർത്താവായ യേശു ക്രിസ്തു, സ്തോത്രം, സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ് എന്ന് പറയുമ്പോൾ തന്നെ കർത്താവിന്റെ ദാസൻ പറയുന്ന മറ്റൊരു കാര്യം, സ്തോത്രം, ജഡപ്രകാരം ക്രിസ്തു ഇസ്രായേല്യരിൽ നിന്ന് ഉദ്ഭവിച്ചവനാണ്, എങ്കിലും അവൻ സർവത്തിനു മീതെ ദൈവമാണ്, എന്നേക്കും അവൻ വാഴ്ത്തപ്പെട്ടവനാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു വന്നപ്പോൾ അവരിൽ മനുഷ്യത്വമുണ്ടായിരുന്നു. അവൻ മനുഷ്യനായി വെളിപ്പെട്ടു വന്നു എങ്കിലും യഥാർത്ഥമായി സത്യദൈവം തന്നെയാണ് അവൻ എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരേ ഒരു ദൈവം മാത്രമേ വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ. അപ്പോ വ്യത്യസ്തമായ നിലകളിൽ ദൈവത്തെ വികലമായിട്ട് ചിത്രീകരിക്കുന്ന, വ്യാജ സന്ദേശങ്ങൾ നൽകുന്ന ദുരുപദേഷ്ടാക്കന്മാർ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, സ്തോത്രം, നിങ്ങൾ കൊടിയ ചെന്നായ്ക്കളുടെ വേഷം ധരിച്ച്, സ്തോത്രം, ആടുകളെ പോലെ പ്രചരിപ്പിക്കുന്ന ഈ ന്യായരഹിതമാകുന്ന സന്ദേശം മുഖാന്തരമായിട്ട് കോടിക്കണക്കിന് ആത്മാക്കൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നരകയോഗ്യരായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവ് പറയുന്ന, കർത്താവിൻ്റെ സഭയിൽ അംഗങ്ങളായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് കർത്താവ് പറയുന്നത്, ഈ സഭയിൽ കടന്നു വരുന്നവർ പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്തതായ ആ നിത്യസന്തോഷത്തിലേക്കാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന സത്യസന്ദേശങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ സകല വ്യക്തി ജീവിതങ്ങളും ഒരുങ്ങിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. നമ്മുടെ നാഥന്റെ വരവ് ഏറ്റവും സമീപമായി. എല്ലാവരും ഒരുങ്ങുക, കർത്താവിന്റെ വരവ് സമീപമായിരിക്കുന്നു. സ്തോത്രം, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ് മാനവകുലത്തിന്റെ
രക്ഷയ്ക്കായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ഏകനാമം. ആ കർത്താവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ച് നിത്യതയിൽ പങ്കാളികളാകുവാൻ ഓരോ പ്രിയപ്പെട്ടവരും തങ്ങളെ തന്നെ ഒരുക്കുക. നമ്മുടെ കർത്താവ് വരാറായി. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വൈകിയ സമയത്ത് തിരുവചനത്തിലൂടെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഇളയവന് കൃപ നൽകിയതുകൊണ്ട് ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. സ്തോത്രം. കേൾവിക്കാരായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ഗ്രൂപ്പിന്റെ അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാരെ എല്ലാം കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം എന്ന് ആലോചന അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇളയവന് വേണ്ടി സമയം അനുവദിച്ചെന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർക്ക് നന്ദി അറിയിക്കുന്നു. എന്നെ ബലപ്പെടുത്തിയ സർവ്വലവനായിരിക്കുന്ന കർത്താവിന് സകല മഹത്വം കരയേറ്റിക്കൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. തിരുവചനത്തിലൂടെ കർത്താവെ നീ നൽകിയ കൃപയ്ക്കൊത്തവണ്ണം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ കർത്താവ് കൃപ നൽകിയതിനായി സ്തുതിക്കുന്നു. ഇളയവനെയും ബലപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം. കേൾവിക്കാർക്കും അനുഗ്രഹമാക്കി തീർത്താട്ട് എല്ലാം നിന്റെ നാമത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമാകേണ്ടതിന് സഹായിക്കണം. ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം, അതിന്റെ പ്രവർത്തകരെ അനുഗ്രഹിക്കണം. എല്ലാ മഹത്വവും പരിചരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.